ഹലോ ഗൈസ്, എന്ത് കഥ? എല്ലാവർക്കും സുഖമല്ല. ഫ്ലൈറ്റിലേക്ക് കയറിയെങ്കിൽ ചങ്കിടുന്ന സാധനം എന്തായാലും വേണം. അതിട്ടെങ്കിലും മാത്രമേ ഫ്ലൈറ്റിൽ ഉറങ്ങാൻ കഴിയൂ. എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ടൈം ആയി കേട്ടോ. പുറത്തെത്തിയിട്ട് നമ്മൾ ചങ്ങായിൻ്റെ അവിടെ വെയിറ്റ് ആക്കുന്ന നാഫി. അങ്ങനെ നാഫി കൂട്ടാൻ വന്നിട്ട് നേരെ അവൻ്റെ റൂമിലേക്ക് പോയി കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ സാധനം എടുത്തിട്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. നമുക്ക് പൈച്ചിട്ട് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് നല്ല ബീഫും പൊറോട്ട അടിച്ചു. ഇനി ഞാൻ ദുബൈയിൽ നിന്ന് വരുമ്പോൾ ക്യാരി ചെയ്യാൻ വേണ്ടി 2 ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഫോണും വരുന്ന വഴിക്ക് അവിടെ ഉപ്പളയിലേക്ക് കൊടുത്തു. അങ്ങനെ ഫോൺ കൊണ്ടുവന്നെങ്കിൽ കുറച്ച് പൈസ കിട്ടും. പെട്രോൾ അടിക്കാൻ പൈസ ആയാലും. അടുത്തത് നമ്മൾ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കുന്നു. ഉമ്മാനോട് ഞാൻ വരുന്നത് പറഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത്. ഞാൻ പോകുമ്പോൾ ഉമ്മാടെ കിച്ചണിൽ ചോറായിക്കൊണ്ടുണ്ടായിരുന്നു. ഞാൻ ബീച്ച് എന്റെ ചെരുപ്പെടുത്തിട്ട് പായ്ക്കൊന്ന് വിരിച്ചിട്ടുണ്ടായി. മാഷാല്ല ഒന്നാക്കിയിട്ട് നല്ല സർപ്രൈസ് ആയി. എന്റെ മൂത്ത ഇച്ചാന്ന് സർപ്രൈസ് എല്ലാം സെറ്റ് ആക്കി തന്നത്. ഒരു ഉമ്മാട് പറഞ്ഞു അവന്റെ 2 മാനേജർമാർ വരുന്നുണ്ട്, ഫുഡ് ആക്കണം. അടുത്തുമ്പോ കാക്കാവും ഉണ്ടായി. മാനേജർ വരുന്നത് പറഞ്ഞോട് കാക്ക നല്ല പാല് കക്കരി മുറിച്ചോണ്ടുണ്ടായി. എന്നെ കാണുമ്പോൾ മുറിക്കേണ്ട ശൈലിയെല്ലാം മാറി. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെയെല്ലാം മുറിച്ചാൽ മതി പറഞ്ഞു. ഇതാന്നിട്ട് നമ്മളെ കാക്ക ബളമ്പ് നടമ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടാവും. കാക്ക ഫുഡ് ആക്കിയെന്നല്ലേ. കാക്ക അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ബളമ്പ മാത്രം വരുത്ത്. അങ്ങനെ നാഫിക്ക് നല്ല ഫുഡെല്ലാം ആയിക്കൊടുത്ത്. പിന്നെ ഞാൻ മെയിൻ വന്നത് തന്നെ നമ്മൾ ചങ്ങായിന്റെ മംഗലത്തിന് കൂടാൻ വേണ്ടിയിട്ടാണ്. ചങ്ങായിന്റെ ഓളെ വരെ കോഴിക്കോടാണ്. അപ്പൊ കാണിത്താടെയാണ്. അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് നേരെ പോകുന്ന വഴിക്ക് വണ്ടിക്ക് നല്ല പണി കിട്ടി. അങ്ങനെ കോഴിക്കോട് അവിടെ ഒരു വർക്ക്ഷോപ്പിലെല്ലാം കാണിച്ചിട്ട് അവിടെ റെഡി ആക്കിയിട്ടാണ് പിന്നെ നേരെ പോയത്. ഇതിന്റെ ബാക്കി കഥ അടുത്തേലിടാട്ടാ.